മുൻ RSS നേതാവും പ്രവർത്തകനുമായിരുന്ന നാരായണേട്ടൻ ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഉറ്റ ബന്ധുക്കളും മിത്രങ്ങളുമെല്ലാം കൈയൊഴിഞ്ഞപ്പോൾ നാരായണേട്ടൻ്റെ ചിതയൊരുക്കിയതും ആ ചിത കൊളുത്തിയതും മുസ്ലിം ലീഗ് നേതാവും പൊതുപ്രവർത്തകയുമായിരുന്ന ഇർഫാന ഇക്ബാലായിരുന്നു. യുവത്വ കാലഘട്ടങ്ങളിൽ ആവോളം മുസ്ലിം വിദ്വേഷം ആ ഹൃദയത്തിൽ കുത്തിനിറച്ചിരുന്നു. ആരോഗ്യമെല്ലാം ക്ഷയിച്ച് രോഗാകുലനായി കഴിഞ്ഞപ്പോൾ ഒപ്പമുണ്ടായിരുന്നവർ ആരും ഉണ്ടായിരുന്നില്ല. അവസാനമായി നാരായണേട്ടന് ചിതയൊരുക്കിയതും ആ ചിത കൊളുത്തിയതും മുസ്ലിം ലീഗ് നേതാവും പൊതുപ്രവർത്തകയുമായിരുന്ന ഇർഫാന ഇക്ബാലായിരുന്നു. ആവുന്ന കാലങ്ങളിൽ മുസ്ലിം വിദ്വേഷം കൊണ്ടുനടക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കുള്ള ഒരു താക്കീത് കൂടിയാണ് ഇത്. വിദ്വേഷത്തിന് ഊർജവും വളവും ഇട്ടുതന്നവരെ പോലും അവസാനമായി അവിടെ കണ്ടില്ല. നമ്മൾ ആരോടാണോ ദേഷ്യം വെച്ചത്, ആരോടാണോ പക വെച്ചത്, ആ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ തന്നെ അവസാന കർമ്മങ്ങൾ ചെയ്തു എന്നുള്ളത് ഓർക്കുമ്പോഴാണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മുടെ അൻസാരി സുഹരി ഉസ്താദ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്കൊന്ന് പോയാലോ? മുസ്ലിം വിദ്വേഷം പറഞ്ഞും പ്രചരിപ്പിച്ച് നടക്കുന്ന, അത് ഹൃദയത്തെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന എല്ലാവർക്കും ഇതൊരു പാഠമാണ്. മുൻ RSS നേതാവായിരുന്ന പ്രവർത്തകനായിരുന്ന നാരായണേട്ടൻ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ, ഉറ്റ ബന്ധുക്കളും മിത്രങ്ങളും എല്ലാം കഴിഞ്ഞപ്പോൾ നാരായണേട്ടൻ അവസാന ചിതയൊരുക്കിയതും ആ ചിത കൊളുത്തിയതുമെല്ലാം മുസ്ലിം ലീഗിന്റെ നേതാവായ പൊതുപ്രവർത്തക കൂടിയായ ഇർഫാന ഇക്ബാലാണ്. നമുക്കൊക്കെ ഏറെ പഠിക്കാനില്ലേ? ആ മനുഷ്യന്റെ നല്ല കാലം, യുവത്വമായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. ആ യുവത്വ കാലഘട്ടത്തിൽ ആവോളം മുസ്ലിം വിദ്വേഷം ആ ഹൃദയത്തിൽ കുത്തി നിറച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വൈരാഗ്യവും വിദ്വേഷമൊക്കെ മനസ്സിലുള്ളപ്പോൾ സ്വന്തമായി ജീവിക്കാൻ മറന്നുപോകുന്ന മനുഷ്യർ, അവരെ എല്ലാ കാലത്തും എല്ലാവരും സംരക്ഷിക്കുമെന്നുള്ള ബോധത്തിലുമായിരിക്കും അവരൊക്കെ ഇങ്ങനെ മുന്നോട്ട് ജീവിക്കുന്നത്. പക്ഷേ ആരോഗ്യമെല്ലാം ക്ഷയിച്ച് രോഗാതുരനായി കഴിഞ്ഞപ്പോൾ ഈ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന മനുഷ്യരാരും അവർക്കുണ്ടായില്ല. അവസാനം ചിത ഒരുക്കിയതും ചിത കൊളുത്തിയതുമെല്ലാം പ്രിയപ്പെട്ട ഇർഫാന ഇക്ബാലായിരുന്നു. അതുകൊണ്ട് തന്നെ കേട്ടിരിക്കുന്ന ഹൃദയമുള്ള മനുഷ്യരോട് പറയാനുള്ളത്, ഇപ്പൊ ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ ജീവിതം എന്ന് പറയുന്ന സാധനം. നമ്മൾ എന്ത് നേടി? നമ്മൾ ആരെങ്കിലൂടെയൊക്കെ വൈരാഗ്യ വിദ്വേഷം കൊണ്ട് നടന്ന് ജീവിതം മുഴുവനും നമ്മൾ സ്വയം ജീവിക്കാൻ മറന്നിട്ട് നമ്മളൊക്കെ എന്ത് നേടി? ഒന്നും നേടിയില്ല. നമുക്ക് ഈ ഊർജവും വളവും ഒക്കെ, വിദ്വേഷത്തിന് ഊർജവും വളവും ഒക്കെ നൽകിയ മനുഷ്യരെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടോ? എന്തായാലും ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ തിരികൊളുത്താനെങ്കിലും ചിത കൊളുത്താനെങ്കിലും ആരെങ്കിലും ഉണ്ടാവും? ഇല്ല. അപ്പോഴും നമ്മൾ ആരോടാണോ പകവെച്ചത്, ആരോടാണോ വൈരാഗ്യം ഉണ്ടായത്, എന്തിനേലും ഒരു പർദ്ദ കണ്ടവരെ നമുക്ക് അങ്ങോട്ട് ആക്രോശം മൂക്കുന്ന നമ്മൾ എതിർത്ത വിഭാഗത്തിൽപ്പെട്ട ആ വസ്ത്രം ധരിച്ചവളാണ് അവസാനം നമ്മുടെ ചിതക്ക് തീ കൊളുത്തിയതെന്ന് ആലോചിക്കുമ്പോൾ മനുഷ്യരെ പലതും ജീവിതം നമ്മളെ പഠിപ്പിക്കും. ഇനി പഠിക്കാനുണ്ട്. ഈ വിദ്വേഷം മൂത്ത് നടക്കുന്ന മനുഷ്യരെ, നിങ്ങൾ ഈ ഭൂമിയിൽ സന്തോഷത്തോടു കൂടി ജീവിക്കേണ്ട നിമിഷമാണ്. നിങ്ങൾ ഏതോ ഒരു മനുഷ്യന്റെ തൊപ്പിയും, നിങ്ങൾ ഏതോ ഒരു മനുഷ്യന്റെ തലപ്പാവും, നിങ്ങൾ ഏതോ ഒരു സ്ത്രീയുടെ പർദ്ദയും കാണുമ്പോൾ നിങ്ങൾ അസ്വസ്ഥപ്പെടുന്നത്. ഞങ്ങൾ ആരും അങ്ങനെ അസ്വസ്ഥപ്പെടാറില്ല. ഒരു ചന്ദനക്കുറി കണ്ടാലോ, എന്നാൽ ഇതിനെ കേട്ടിരിക്കുന്ന മനുഷ്യൻ മനസ്സിലാക്കണം, നമുക്കൊരു ചന്ദനക്കുറി കണ്ടാലോ, നമുക്കൊരു സിന്ദൂരം കണ്ടാലോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിവിധങ്ങളായ വേഷങ്ങൾ കണ്ടാലും നമുക്ക് അസ്വസ്ഥപ്പെടാറില്ല. കാരണം അവരൊക്കെ നമ്മുടെ കൂടപ്പറപ്പിങ്ങളാണ്. അവരുമൊക്കെ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. അവരെല്ലാം ചേരുമ്പോഴാണ് നമ്മൾ ഒരു പൂങ്കാവനമായി മാറുന്നത്. ബോധ്യത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് മറ്റൊരുത്തന്റെ വസ്ത്രവും മറ്റൊരുത്തന്റെ ജീവിതവും മറ്റൊരുത്തന്റെ വിശ്വാസവും നമ്മളെ അസ്വസ്ഥപ്പെടുത്തരുത്. അങ്ങനെ അസ്വസ്ഥപ്പെട്ടാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ തന്നെ മറന്നുപോകും. അല്ലയോ മനുഷ്യരെ, നമ്മൾ ഈ ഭൂമിയിൽ ഒറ്റത്തവണ വന്നു പോകുന്നവരാ. ഒരു ജീവിതമേ ഈ ഭൂമിയിലുള്ളൂ. എന്താ ഇവിടെ നമുക്ക് വേണ്ടത്? മനസ്സന്തോഷം. മാനസിക സന്തോഷമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പന്നത. അതില്ലാതെ വല്ലവനോടും വൈരാഗ്യം വിദ്വേഷം വല്ല കാര്യമുണ്ട? അവിടെ നന്നായിട്ട് ജീവിക്കണം. ഒരാളോടും വൈരാഗ്യം വേണ്ട, ഒരാളോടും വിദ്വേഷം വേണ്ട. എല്ലാവരും സ്നേഹിച്ചു നോക്കി. ഇന്ന് എല്ലാവരുടെയും ഏറ്റവും വലിയ പ്രശ്നം എന്താ? ടെൻഷനാണ്. എന്താ ടെൻഷന്റെ കാരണം? പലരോടും വൈരാഗ്യം വിദ്വേഷം കുശും അസൂയൊക്കെയാണ്. ഇതൊക്കെ മാറ്റി വെച്ചിട്ട് പരസ്പരം ഒന്ന് സ്നേഹിച്ചു നോക്കി. എല്ലാവരും എന്റെ കൂടപ്പുറപ്പിങ്ങളാന്ന് തോന്നിയാൽ എത്ര മനോഹരമാണെന്നറിയും ഭൂമിയിൽ ജീവിക്കാൻ.